അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുകയാണ്. ഒരു നല്ല സുഖമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ സിക്ക് ലീവിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നത്തിങ് മേജർ. അപ്പോൾ ഞാൻ ഈ സമയം കിട്ടുമ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം എന്ന് പറയുന്നത് ബുക്ക് വായനയാണ്. അപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒന്നും കൂടെ ഈ നഷ്ടപ്പെട്ട നീലാംബരി എന്നുള്ള മാധവിക്കുട്ടിയമ്മയുടെ ഈ ബുക്കിലൂടെ ഒന്ന് പോകാനായിട്ട് എനിക്ക് പറ്റിയിട്ടോ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മലയാളം എഴുത്തുകാരിൽ ഒരാളാണ് മാധവിക്കുട്ടിയമ്മ. അവരുടെ ഭാഷാ നൈപുണ്യവും അതിനെ കൂടാതെ എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ മനസ്സിനെ ഇത്ര ആഴമായിട്ട് പ്രതിഫലിപ്പിക്കാനായിട്ട് വേറൊരു എഴുത്തുകാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന്. അതുപോലെ സ്നേഹത്തെയും പ്രണയത്തെയൊക്കെ ഇത്ര ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ആളുകളുടെ ഉള്ളിൽ അതിനെ ഉൾക്കൊള്ളിക്കത്തക്കവണ്ണം എഴുതാൻ കഴിയുന്ന ഒരു എഴുത്തുകാരി വേറെ ഉണ്ടാവില്ല. മലയാളത്തിൻ്റെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് മാധവിക്കുട്ടിയമ്മ. ഈ ബുക്ക് ഇത് ഭയങ്കര രസമാട്ടോ. ഈ ബുക്ക് ഇതിൻ്റെ ഒരു അവതരണ ശൈലിയും ഇതിൻ്റെ ഒരു എഴുത്തും ഒക്കെ പറഞ്ഞാൽ അതൊരു ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ എഴുതിയിരിക്കണേ. ഓരോ കഥാപാത്രത്തെയും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് പോലെയാണ് മാധവിക്കുട്ടിയമ്മ ഈ കൃതി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കൂ. ഒരുപാട് നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരുപാട് കാര്യങ്ങൾ. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരുത്ത കാലത്തേക്ക്